ഇതില്ല. ഇനി ഈ ലൈലത്തുൽ ഖദർ എന്ന ആ ഒരു രാത്രിയുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന കുറേ ഹദീസുകളുണ്ട്. അത് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ള 1-2 ഹദീസുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. The sign of the night of Al-Qadr is that it is pure and glowing as if there were a bright, tranquil, calm moon during it. It is not cold, nor is it hot, and no shooting star is permitted until morning. Its sign is that the sun appears on the morning, following it smooth, having no rays on it. Just like the moon on a full moon night, Shaitan is not allowed to come out with it on that day. അപ്പോൾ അന്ന് ചാത്തനേർ ഉണ്ടായിരിക്കുന്നതല്ല, സൂര്യൻ ഉദിക്കുമ്പോൾ ചൈത്താൻ ഉണ്ടായിരിക്കുന്നതല്ല. ഈ സൂര്യൻ ഉദിക്കുന്നത് ചൈത്താൻ്റെ 2 കൊമ്പിൻ്റെ ഇടയിൽ കൂടെയാണ് എന്ന് നബി പറഞ്ഞ ഹദീസ് വേറെ ഉണ്ട്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന്, അപ്പോൾ ലൈലത്തുൽ ഖദർ പറയുമ്പോൾ രാത്രിയാണ്, പക്ഷെ അന്ന് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ കറാമത്ത് തുടങ്ങുകയാണ്. അന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ ചൈത്താൻ ഉണ്ടാവില്ല. ചൈത്താൻ ഇല്ലാത്തതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. അതും നിലാവ് പോലത്തെ വളരെ മൃദുലമായ വെളിച്ചമേ ഉണ്ടാവുള്ളൂ. ചൂടുണ്ടാവില്ല, തണുപ്പുണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ചാത്തനേർ ഉണ്ടാവില്ല. എന്താണ് ഈ ചാത്തനേർ? ഖുർആനിൽ പറയുന്നതനുസരിച്ച് ഷൂട്ടിംഗ് സ്റ്റാർ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉൽക്കകൾ വീഴുന്നതിനാണ് ഇവിടെ ചാത്തനേറായിട്ട് ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഉൽക്ക വീഴുന്നത് നക്ഷത്രം കൊണ്ട് അള്ളാഹു ചൈത്താനെ എറിയുന്നതാണ് എന്ന് ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചിട്ടുണ്ട്. ആ ചാത്തനേറും ഈ ലൈലത്തുൽ ഖദറിൽ ഉണ്ടാവില്ല. അപ്പോൾ ലൈലത്തുൽ ഖദറിൽ ചൂടുണ്ടാവില്ല, തണുപ്പുണ്ടാവില്ല, പിന്നെ ചാത്തനേറുണ്ടാവില്ല. അന്ന് ഫുൾ മൂൺ പോലെ ആയിരിക്കും രാവിലെ സൂര്യൻ ഉദിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അറിയാം, ഇതൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെയും മുഹമ്മദിൻ്റെയും മനസ്സിൽ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു പരന്ന ദുനിയാവാണ്. അത് മക്കയിലും അറേബ്യയിലുമുള്ള മരുഭൂമിയിലുള്ള കാലാവസ്ഥ മാത്രമുള്ള ഒരു ഭൂമിയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഭൂമിയുടെ ഘടനയെക്കുറിച്ചോ ഭൂമിയിൽ കാലാവസ്ഥകൾ മാറി വരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു വിവരവും ഇത് പറയുന്ന ആൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞാൻ ജീവിച്ച കാലത്ത് എന്നെ ഏതാണ്ട് 2-3 തവണ എല്ലാ ഋതുക്കളിൽ കൂടെയും ഈ റമദാൻ മാസം അല്ലെങ്കിൽ അറബി മാസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. കാരണം ചന്ദ്രമാസം അനുസരിച്ച് ഒരു കൊല്ലത്തിൽ 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഭൂമി സൂര്യനെ ചുറ്റുന്ന നമ്മുടെ സൗരവർഷത്തിനേക്കാൾ 11 ദിവസം കുറവാണ് ചന്ദ്രവർഷം എന്നതുകൊണ്ട് തന്നെ എല്ലാ കാലാവസ്ഥയിലൂടെയും ഈ അറബി മാസങ്ങൾ കടന്നു പോകും. അപ്പോൾ റമദാൻ മാസം 27-ാം രാവാണ് ലൈലത്തുൽ ഖദർ എങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ഉഷ്ണകാലത്ത് വന്നിട്ടുണ്ട്, മഴക്കാലത്ത് വന്നിട്ടുണ്ട്, ശൈത്യകാലത്ത് വന്നിട്ടുണ്ട്, എല്ലാ കാലത്തും അത് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അത് ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിനോട് ചേർന്നും ഒക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെയെല്ലാം അവിടുത്തെ എല്ലാ ഋതുക്കളിൽ കൂടെയും ഈ റമദാൻ 27 കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ലൈലത്തുൽ ഖദറിൽ തണുപ്പുണ്ടാവില്ല, ചൂടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരാണതെന്ന് ആലോചിച്ച് നോക്കും. കാരണം ചില കാലങ്ങളിൽ ധ്രുവപ്രദേശങ്ങളിലാണെങ്കിൽ സൂര്യൻ അസ്തമിക്കാത്ത കാലം ഉണ്ടാവും, സൂര്യൻ ഉദിക്കാത്ത കാലം ഉണ്ടാവും. അപ്പോൾ കൊടും തണുപ്പ് അനുഭവിക്കുന്ന കാലം ഉണ്ടാവും. പിന്നെ ട്രോപ്പിക്കലായിട്ടുള്ള റീജിയനിലാണെങ്കിൽ കൊടും ചൂട് ഉള്ള കാലാവസ്ഥ വരും. അപ്പോൾ അന്നൊക്കെ ഈ ലൈലത്തുൽ ഖദർ ചൂടും തണുപ്പും ഇല്ലാതെ എങ്ങനെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോടാണ് ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്? ഇനി